കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിൽ. ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് ജനവാസ മേഖലയിൽ എത്തുകയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടത്തു നിന്നാണ് മണ്ണിടിയുന്നത്. സമീപത്തെ വീടുകളിൽ ചെളി നിറയുന്നതിനാൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. പരിഹാരം ഉറപ്പു നൽകിയെങ്കിലും പാഴ്വാക്കായി. സുരക്ഷയ്ക്കൊരുക്കിയ ക്രമീകരണങ്ങൾ മുഴുവൻ പാളി. അർജുൻ കല്യാട് ഈ സംഭവസ്ഥലത്ത് തന്നെയുണ്ട്. അർജുൻ, ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ മഴ കൂടാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു സാഹചര്യം കൂടുതൽ വഷളാവില്ല. ഇവരെങ്ങനെ ആ വീടുകളിൽ താമസിക്കും? അതുപോലെ തന്നെ അതുവഴി ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നു. ഓരോ നിമിഷവും ഭയപ്പാടോടുകൂടി വേണ്ട ഇതുവഴി ഗതാഗതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇത് ആരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് അർജുൻ? ഷിഹാസ, തീർച്ചയായിട്ടും വലിയ വീഴ്ച തന്നെയാണ് അധികാരികളുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഒരു വർഷം മുൻപും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു ഈ കുപ്പം പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്ത് വലിയ പ്രതിഷേധവും നാട്ടുകാരുടെ വലിയ സമരവും ഒക്കെ ഉണ്ടായതാണ്. ആ ഘട്ടത്തിൽ ഇതിനൊക്കെ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്നൊക്കെയുള്ള ഉറപ്പുകൾ അധികാരികളുടെ ഭാഗത്ത് നൽകിയതാണ്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ഈ കുപ്പം ദേശീയപാതയുടെ പണി നടക്കുന്നത് ഈ കാണുന്നത് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകൾ ഭാഗത്താണ്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ആ ഭാഗത്താണ് ദേശീയപാതയുടെ പണി നടക്കുന്നത്. അവിടെ നിന്നും മണ്ണ് ഇടിഞ്ഞ് ശക്തമായ രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് താഴേക്കുള്ള ജനവാസ മേഖലയിലേക്ക് വീടുകളിലേക്കൊക്കെ എത്തുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് CH നഗറിലുള്ള ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് വരുന്ന ഈ റോഡിലാണ് നിൽക്കുന്നത്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് പോലും പെയ്ത മഴയുടെ അല്പസമയം മുമ്പ് വളരെ ശക്തമായ മഴയല്ല, പക്ഷെങ്കിൽ കൂടിയും ഇത്രയും വലിയ അളവിൽ തന്നെ മണ്ണും ചെളിയും ഒക്കെ ഒലിച്ച് ഇവിടത്തേക്ക് എത്തുകയും ഇവിടെ റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് വീടുകളുടെ ഉള്ളിലേക്ക് പോലും ചളി കയറുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത്രയും ഭീകരമായ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള പ്രദേശവാസികൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്തായാലും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇതിപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഒരു ഉറപ്പും പാലിച്ചിട്ടില്ല. ഇതിപ്പോൾ ഒരു ചെറിയ മഴ ഇന്നലെ ഇന്നുമായിട്ട് പെയ്ത മഴക്കാണ് ഈ വീടുകളിലെല്ലാം വെള്ളം കയറി. ഇപ്പം ഇതിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ റോഡിൻ്റെ ബാക്കിലുള്ള വീടുകളിലേക്കും ചളിയും വെള്ളവും കിണറിലേക്കെല്ലാം വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തതല്ലാത്ത ഇപ്രാവശ്യം. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികളുടെ ഒരു ഉറപ്പും പാലിച്ചിട്ടില്ല. ഒരു ഉറപ്പും അവരാരും തന്നെ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ല. കമ്പനിക്കാരൊന്നും പാലിക്കാനൊന്നും ഇതുവരെ ഒന്നും പാലിച്ചിട്ടില്ല. അവരിങ്ങനെ ഈ ചളിയും മണ്ണും വരുമ്പോൾ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് പോകുന്നതല്ലാണ്ട് വേറൊന്നും ചെയ്ത് തരുന്നില്ല. ഇപ്പോൾ വീടുകളിലെല്ലാം ഇത്തരത്തിൽ ഇത് പുതുതായിട്ടുള്ള വീടുകളിലെല്ലാം ഇപ്പം ഇനി രണ്ടാമത് ചളിയും വെള്ളവും കയറിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ്. പണി നടക്കുന്ന സമയത്ത് ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കുറച്ചു നേരം മുമ്പ് തന്നെ അവിടെ മുകളിലേക്ക് പോയി നോക്കിയിരുന്നു. അവിടെ ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ്. പറയാൻ കഴിഞ്ഞ 2 വർഷത്തോളമായി ഇവിടെയുള്ള പ്രദേശത്തുള്ള ഏകദേശം 60ഓളം വീട്ടുകാർ ദുരന്തം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു ഇത് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. നമുക്കറിയാം പുതിയൊരു ഗവൺമെൻറ്റൊക്കെ വന്ന് MLA ആദ്യം നിവേദനം തന്നെ നൽകുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി കളക്ടറിലൊക്കെ മീറ്റിങ്ങുകളും ഉദ്യോഗസ്ഥന്മാരൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇതുള്ളത്. ഷിയാസ്, നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അതായത് ഈ പറയുന്ന ദേശീയപാതയുടെ ജോലി നടക്കുന്നത് ഇതിന് തൊട്ട് മുകളിലാണ്. ആ പറയുന്ന വലിയ മൺതിട്ടയ്ക്ക് മുകളിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. അതിൻ്റെ ഫ്ലൈ ഓവറാണ് നമുക്കിവിടെ കാണുന്നത്. ആ പണി നടക്കുന്നതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ വലിയ പില്ലറുകളും പാലവും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ താഴെ ഭാഗത്താണ് നിരവധിയായിട്ടുള്ള വീടുകൾ നിൽക്കുന്നത്. അവിടെയൊക്കെ വീടുകളാണ്. ആ വീടിനകത്തൊക്കെ ഇത്തരത്തിൽ ചളിയും മണ്ണും വലിയ ഉരുണ്ട പാറക്കഷ്ണങ്ങളും കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് ഒരു വർഷം മുൻപ് തന്നെ അർജുൻ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ അവിടെ മണ്ണിടിച്ചിലും വലിയ ബുദ്ധിമുട്ടും ജനങ്ങൾ അനുഭവിച്ചതാണ്. അതിന്റെ ഫയൽ ദൃശ്യങ്ങൾ കൂടി നമ്മളിപ്പോൾ ഒരു വർഷത്തെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് പലതരത്തിൽ ഈ ജനങ്ങൾ, പാവപ്പെട്ട ഈ ജനങ്ങൾ ആളുകളുടെ മുന്നിലേക്ക് അവരുടെ പരാതികൾ കൊണ്ടു ചെന്നിരുന്നു. പക്ഷെ ആരും, ഈ ദേശീയപാത അതോറിറ്റി ആണെങ്കിലും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണെങ്കിലും സ്ഥലം MLA ആണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും എല്ലാവരോടും പരാതി പറഞ്ഞു, എല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ വാഗ്ദാനം വെറും വെള്ളത്തിലായി പോയി എന്നുള്ളതാണ്. ഇപ്പോഴും ആ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അർജുൻ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ചെളിക്കുളമായി നടക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വീട്ടിലേക്ക് കുറച്ച് വെള്ളം കയറി എന്നുള്ളതല്ല. അടിത്തറയുടെ ബലം, അടിത്തറ തന്നെ ശക്തി ക്ഷയിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. അത് പിന്നീട് വലിയ ദുരന്തത്തിലേക്ക് വഴിമാറാം. ഇപ്പോൾ ആ ഒരു പണി വീണ്ടും തുടരുകയാണ്. ഇപ്പോൾ കുറച്ച് മണ്ണാണ് താഴേക്ക് ഒഴുകി വരുന്നതെങ്കിൽ വലിയ അളവിൽ ഈ മണ്ണും കല്ലുമൊക്കെ താഴത്തേക്ക് ഒഴുകി വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത കൂടിയുണ്ട്. തീർച്ചയായും ഷിയാസ്, നമ്മളിത് കാണുമ്പോൾ റോഡിന് മുകളിലുള്ള വെറും ഒരു ലെയർ മാതിരിയുള്ള ചളി മാത്രമായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് ഇത്രയും ആഴത്തിൽ തന്നെയാണ് ഇതിന് ചളിയുള്ളത്. ഇപ്പോൾ കുത്തി
ഇളക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വലിയ ആഴത്തിൽ, അതായത് ഏകദേശം ഒരു കാൽപാദം മുങ്ങുന്ന അത്രയും ചളി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ഈ പറയുന്ന പ്രധാനപ്പെട്ട റോഡാണ്, ഈ ഭാഗത്തെല്ലാം ഇത്തരത്തിൽ ഒരു കാൽപാദം മുങ്ങുന്ന അത്രയും ചളി. അതായത് ഇന്നലെയും ഇന്നും മാത്രം പെയ്ത മഴയിൽ ഒഴുകിയെത്തിയിട്ടുള്ള ചളിയും കല്ലും മണ്ണും ഒക്കെയാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ ഇവിടെയുള്ള വലിയ കല്ലുകളും അത്തരത്തിലുള്ള സാധനങ്ങളും ഒക്കെ ഇവിടെയുള്ള ജനങ്ങൾ പൊറുക്കി മാറ്റി നിർത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയാൽ കാണാൻ വേണ്ടി കഴിയും വലിയ അളവിൽ മണ്ണും ചെളിയും ഒക്കെ വന്നടിഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെയുള്ള ഓവുചാലുകൾ പോലും പൂർണ്ണമായും തന്നെ ഇതൊക്കെ ഓവുചാലുകളാണ്, ഏകദേശം മുട്ടോളം മുങ്ങുന്ന ഓവുചാലുകളാണ്. പക്ഷേ ഇതിന് മുകളിലെല്ലാം തന്നെ കല്ലുകളൊക്കെ വന്ന് അടിഞ്ഞു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി. ഇവിടെയൊക്കെ കല്ലും മണ്ണും ഒക്കെ വന്ന് അടിഞ്ഞു നിൽക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ നമുക്ക് നോക്കൂ, ഇതൊക്കെ പ്രധാനപ്പെട്ട റോഡാണ്, ടാർ ചെയ്ത റോഡാണ്. അതിന് മുകളിൽ ഏകദേശം തന്നെ ഒരു നല്ല ഉയരത്തിൽ തന്നെ മണ്ണും ചെളിയും ഒക്കെ വന്നടിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുക. ഇതിവിടെയുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ സമീപത്ത് ഉള്ള ഓവുചാൽ നോക്കൂ, അത്രയേറെ മണ്ണും ചളിയും ഒക്കെ വന്ന് അടിഞ്ഞ് വലിയ കല്ലുകൾ, ഇതൊക്കെ ഒലിച്ചെത്തിയിട്ടുള്ള കല്ലുകളാണ്. അത്രയും ഫോഴ്സിലാണ് ഈ പറയുന്ന വെള്ളം ഇവിടത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്രയും ഭീകരമായ അവസ്ഥ തന്നെയാണുള്ളത്. കഴിഞ്ഞ വർഷം ഇവിടെ ഒരു വീട് അങ്ങനെ തന്നെ അല്ലേ ചേട്ടാ, ഇവിടെ ഒരു മുകളിലുള്ള ഒരു വീടല്ലേ അങ്ങനെ തന്നെ പോയി നശിച്ച്, അത് പൊളിഞ്ഞു വീണ്. ഇപ്പോൾ അവർ പുതിയ വീട് എടുക്കുകയാണ്. ഇപ്രാവശ്യം എന്താ സംഭവിക്കാന്ന് ആർക്കും അറിയില്ല. സത്യം പറഞ്ഞാൽ മുകളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭീകരമായ അവസ്ഥയാണ്. അതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒന്നും അറിയില്ല. ഈ രണ്ട് ഇന്നലെ ഇന്നുമായിട്ട് ചെറിയ മഴ മാത്രമേ പെയ്തിട്ടുള്ളൂ. കാലവർഷം തുടങ്ങിയില്ല. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ആയാൽ ഇതെന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇത് രണ്ട് മഴ പെയ്യുമ്പോൾ തന്നെ ഓവുചാൽ കംപ്ലീറ്റ് മണ്ണും ചെളിയും കൊണ്ട് നിറഞ്ഞിട്ട് മണ്ണ് ഫുള്ളായി നിറഞ്ഞ് രണ്ട് സൈഡിലും ഓവുചാൽ. ഇത് പുതിയ ഓവുചാല നമ്മൾ ഉണ്ടാക്കിയാണ് പഞ്ചായത്തിന്റെ. ആ ഓവുചാല ഫുള്ളായിട്ട് നിറഞ്ഞു. 1 മീറ്റർ ആഴമുള്ള ഓവുചാലാണ്. അത് 1 മീറ്റർ ആഴമുള്ള ഓവുചാലാണ് ഫുള്ള് മണ്ണ് നിറഞ്ഞു. 1 മീറ്റർ ആഴമുള്ള ഓവുചാലാണ് ഈ കാണുന്നത്. അതിനകത്ത് ഏകദേശം പൂർണ്ണമായും തന്നെ ഈ പറയുന്ന കല്ലും മണലും ചളിയുമൊക്കെ വന്ന് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത്. ഈ പ്രദേശത്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കുട്ടികളൊക്കെ കളിക്കുന്ന പ്രദേശമാണ്, കുട്ടികളൊക്കെയുള്ള പ്രദേശമാണ്. ആ തരത്തിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി ഈ റോഡൊക്കെ ഇപ്പോഴും ഇങ്ങനെ കാണുന്നത് നോക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്പസമയം മുമ്പ് ഈ ചളിയും മണ്ണും ഒക്കെ നിറഞ്ഞതിൻ്റെ ഭാഗമായി വാഹനങ്ങൾക്ക് പോകാൻ പ്രയാസമുള്ളത് കൊണ്ട് ഇവർ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ചളിയൊക്കെ റോഡിൽ നിന്നും അടിച്ചു കളഞ്ഞ ഭാഗമാണ് ഈ കാണുന്നത്. നേരത്തെ നമ്മൾ കണ്ട ഭാഗത്ത് ഈ പറയുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു കളഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ റോഡ് കാണാൻ വേണ്ടി കഴിയാത്തത്. പക്ഷേ ഇവിടെയൊക്കെ ആളുകൾ, വീടിൻ്റെ ഓരോ വീട്ടുകാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്ന് വലിയ രീതിയിൽ ഈ ശുചീകരണം നടത്തിയതിൻ്റെ ഭാഗമായി ഇതിപ്പോൾ ഡ്രൈവിംഗ് നടത്തുമ്പോൾ വലിയ പേടിയായിരിക്കും. ഭയങ്കര പേടി. കാരണം വെച്ചാൽ സ്ലിപ്പായി പോകുന്ന വണ്ടി. കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ വലിയ പ്രശ്നമാണ്. ചളിയും കല്ലും ഇങ്ങനെ മുകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇങ്ങനെ റോഡിൽ നിൽക്കുകയാണ്. അതാണ് പ്രശ്നം. കാരണം വെച്ചാൽ വണ്ടി ഇപ്പോഴും നേരത്തെ പെയ്ത മഴക്കൊക്കെ ഭയങ്കര മൊത്തം ബ്ലോക്കായിരുന്നു. ചെവടിയ മണ്ണിന്റെ ചളി വഴി അത് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ സ്ലിപ്പാവണം അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് പ്രശ്നം. ഇതിപ്പോ കുറെയൊക്കെ ഈ വീട്ടുകാരൊക്കെ വൃത്തിയാക്കാണ്, ഡെയിലി വൃത്തിയാക്കാണ്. ഈ വണ്ടി പോകണമെങ്കിൽ പിന്നെ ആ തരത്തിൽ ഇവിടെ രോഗികളെയൊക്കെ കൊണ്ടുപോകുന്ന ആളുകളാണ്. ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അതെ, വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടത് പറയാനില്ല. ഈ നാഷണൽ ഹൈവേന്റെ പണി തുടങ്ങിയവരെ ഇവിടെയുള്ള ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. ഹോസ്പിറ്റലിലേക്ക് പോകണം. സത്യം പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പോലും പേടി തന്നെ. പിന്നെ പറയാനുണ്ട്, എന്ത് സംശയം കണ്ടിട്ടില്ലേ? ഒരു ചെറിയ മഴ പെയ്താൽ മതി, ഫുള്ള് റോഡ് ഫുള്ള് മുങ്ങിയെന്ന്. ഒന്നും ചെയ്യാൻ കഴിയില്ല, വണ്ടിയൊന്നും വരാൻ കഴിയില്ല ഇങ്ങോട്ട്. വണ്ടി അത് തന്നെയാണ് ഇതിന്റെ അവസ്ഥ. അത്രയും ഭീകരമായ അവസ്ഥ തന്നെയാണ്. കാരണം ഈ ഭാഗത്തുള്ള ഓവുചാലുകളെല്ലാം തന്നെ കല്ലും ചെളിയും മണ്ണുകളൊക്കെയായി മൂടി നിൽക്കുന്ന അവസ്ഥ. ഈ ഭാഗത്ത് കഴിഞ്ഞ തവണ നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ ഭാഗത്തെ ഒരു വീട് അപ്പാടെ തന്നെ ഈ പറയുന്ന കല്ലും ചെളിയുമൊക്കെ വന്നടിഞ്ഞ് വളരെ പൊടുന്നനെയായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത് ആ സമയത്ത് എന്ന് പറയാം. ആ വീട്ടിൽ ആ സമയത്ത് താമസക്കാരില്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അവിടെ മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത്. അവരുടെ വീട് പൂർണ്ണമായും തന്നെ, അതായത് ഒരു വെള്ളപ്പൊക്കമുണ്ടായ, ഒരു ഉരുൾപൊട്ടലുണ്ടായ ഫീലായിരുന്നു കഴിഞ്ഞ തവണ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. ഈ ഭാഗത്തൊക്കെ കാണാൻ വേണ്ടി ഇതാണ് പ്രധാനമായും ഈ വെള്ളമൊക്കെ ഒഴുകി വരുന്ന സ്ഥലമല്ലേ? ഇതിലൂടെയാണ് വെള്ളമൊക്കെ ഒഴുകി വരുന്നത്. ഇതൊക്കെ നോക്കൂ ഷിയാസെ, അത്രയേറെ വലിയ കല്ലുകളും പാറ കഷ്ണങ്ങളും ഒക്കെയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഇതൊക്കെ ഒഴുകി വന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ചാല് വഴി ഒരു ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ദേശീയപാതയുടെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ വെള്ളവും അങ്ങനെ തന്നെ കുത്തിയൊലിച്ച് താഴേക്ക് എത്തുന്ന സ്ഥിതിയാണ് ഉള്ളത്. നമ്മൾ പോകുന്നത് കഴിഞ്ഞ തവണ
തകർന്നിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഈ മണ്ണും ചെളിയുമൊക്കെ കുത്തിയൊലിച്ച് പുറത്തേക്ക് വന്ന ആ വീടിൻ്റെ ഭാഗത്തേക്കാണ്. അവിടെ ഇപ്പോൾ അവരെന്തായാലും പുതിയ വീടിൻ്റെ പണി, ഈ വീട്ടിലൊക്കെ കഴിഞ്ഞ തവണ വെള്ളം കയറിയ സ്ഥലമാണ്. ഇവരൊക്കെ ഈ താഴത്തെ നിലയിലുള്ള സാധനങ്ങളൊക്കെ മുകളിലെ നിലയിൽ കയറ്റി വെച്ചായിരുന്നു പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞത്. നമുക്കതിൻ്റെ കഴിഞ്ഞ തവണത്തെ ആ വീടിൻ്റെ അവശിഷ്ടങ്ങൾ, അവരുടെ വീടിൻ്റെ പണി ഇതാ കഴിഞ്ഞ തവണ ഈ സ്ഥലത്തായിരുന്നു അല്ലേ, ഇതല്ലേ ഇവിടെയാണ് ഈ വീടാണ് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി. ഇതിപ്പോൾ അവരെന്താക്കിയാൽ പൊളിച്ചിട്ട് പുതിയ അത് പോയി, ആ വീട് മൊത്തത്തിൽ നശിച്ചു. അപ്പോൾ ഇവരതിന് പുതിയ വീട് എടുക്കണം പൊളിച്ചിട്ട്. കാണാൻ വേണ്ടി കഴിയും. ഈ വീടിൻ്റെ തൊട്ട് മുകളിലാണ് ദേശീയപാതയുടെ പണി നടക്കുന്നത്. അതിൻ്റെ പണി നടക്കുന്നതിൻ്റെ ഭാഗം നമുക്കിവിടെ കാണാനും കഴിയും. അവിടെ നിന്നാണ് ഈ പറയുന്ന മണ്ണും ചളിയുമൊക്കെ കുത്തിയൊലിച്ചുകൊണ്ട് താഴേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ ഈ വെള്ളം കയറിയിട്ടുള്ള ഈ വീട്ടിൻ്റെ ഉടമസ്ഥനൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് അവരോടൊക്കെ ചോദിക്കാം. ഇതിപ്പോൾ എന്താണ് ഈ മഴക്കാലത്തും ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഉണ്ടായില്ല. കഴിഞ്ഞ തവണ ഇവിടെയൊക്കെ വെള്ളമായിരുന്നില്ല. ഇവിടെ വെള്ളം തന്നെയാണ്. ഇപ്പം ഭയങ്കര വെള്ളമാണ് എല്ലാ ഭാഗത്തും കൂടി വരുന്നത്. ഈ ഭാഗത്തുനിന്ന് കൂടുതൽ ഇങ്ങനെ ഒട്ടാതെ എല്ലാ സ്ഥലത്തുനിന്നും വെള്ളം വരും. നാല് ഭാഗത്തുനിന്നും വെള്ളം വരും. എല്ലാ ഭാഗത്തുനിന്നും വരുന്നത്. ഏതൊക്കെ ഭാഗത്തുനിന്നാണ് വെള്ളം വരുന്നതെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ കഴിയും. ഈ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഇതാ അതാ വെച്ചാലുണ്ട് അപ്പുറത്തായി കൂടി ആ ഈ കിണറൊന്നും അടിയാനായി. കിണറിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് എല്ലാം ഭയങ്കര പ്രശ്നം തന്നെ. ഈ ഭാഗത്ത്, അതായത് ഈ ദേശീയപാതയുടെ ആ ഭാഗത്തു നിന്നും ഈ വീടിന് തൊട്ട് പുറകിലൂടെയാണ് ഈ വെള്ളം മുഴുവനായി, അതായത് ദേശീയപാതയുടെ ഭാഗമായി അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു ഓവിലൂടെ മുഴുവനായും വെള്ളം കടന്നു പോകുന്നത് ഈ ഭാഗത്തു കൂടിയാണ്. ഈ ഭാഗത്തുകൂടെ വെള്ളം കടന്നു പോകുമ്പോൾ ഇവർക്കൊക്കെ സത്യത്തിൽ പേടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. തോടായത് സാച്ചാല് വെള്ളം മുമ്പേ വെള്ളം വരുന്ന തോടായത്. ഇത്രയും ചെറിയ ഒരു തോട് മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതായത് സാധാരണഗതിയിൽ വെള്ളം ഒലിച്ചു വരുന്നൊരു തോടായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ ഷിഹാസെ, വെള്ളവും ചളിയും. ഒരു വീടിൻ്റെ പുറകു വശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് ചളിയും നമ്മുടെ ക്യാമറമാനും വളരെ വിശദമായി തന്നെയാണ് കണ്ണൂർ കുപ്പത്തെ ആ നാട്ടുകാർ നേരിടുന്ന വലിയ ബുദ്ധിമുട്ട് കാണിച്ചു തന്നത്. വീണ്ടും അവിടെ മണ്ണിടിച്ചിലാണ്. ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് ജനവാസ മേഖലയിൽ എത്തുകയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്തു നിന്നാണ് ഈ മണ്ണിടിഞ്ഞു വരുന്നത്. സമീപത്തെ വീടുകളിൽ ചെളി നിറയുന്നു. അവിടെയുള്ള നാട്ടുകാർ, അതോടൊപ്പം പരിസരവാസികൾ, വീട്ടുകാർ, ഡ്രൈവർമാർ, അതോടൊപ്പം വാഹനയാത്രികർ എല്ലാവരും അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറഞ്ഞു. സാധാരണഗതിയിൽ ഈ ദേശീയപാതയുടെ വികസനമൊക്കെ നമ്മളെല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി കാണുന്നതാണ്. പക്ഷേ അത് ജനജീവിതത്തിന് ദുരിതമായി മാറുന്നു. അധികാരികൾ എത്രയും വേഗം ഇടപെടുകയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുകയും വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം.